ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കും നമ്മുടെ സച്ചിയുടെ സംസാരം വെപ്രാള കാണുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട് പറയേണ്ട സച്ചി, വെറുതെ ബാക്കിയുള്ള ഒരു സമയം കളയാനായിട്ട് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും രവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സച്ചി ഇനി വല്ല സ്വർണം വല്ലതും മേടിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അത് തന്നെയാണ് വെച്ചാൽ ഞാൻ സ്വർണം മേടിച്ചു നോക്കുന്നത്, രവതിക്ക് താലിമാല മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മുന്നിൽ താലിമാല കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ സച്ചി. ഇത് കാണുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും ആകെ അതിശയത്തോട് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ രവിക്കും ശ്രീകാന്തിനും വർഷയ്ക്കും അതിലുപരി നമ്മുടെ രേവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മാല കാണുന്ന സമയത്ത് രേവതിയുടെ കണ്ണുകളൊക്കെ നിറയുന്നൊക്കെയുണ്ട്. അതിനുശേഷം രവി പറയുന്നുണ്ട്, എന്തായാലും മോനെ എനിക്ക് സന്തോഷമായി, ഇനി രേവതിക്ക് താലിമാല മേടിച്ചു കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ ചേർത്ത് നിർത്തി ഉമ്മ കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായി, രേവതി കാണുന്ന സമയത്ത് കഴുത്തിൽ മഞ്ഞച്ചരടുമായിട്ട് നടക്കുന്ന കാണുമ്പം എനിക്കും സങ്കടമായിരുന്നു, എന്തായാലും ഏട്ടൻ ചെയ്ത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സച്ചിയെ ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതി അടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുകയാണ്, പിന്നെ കിലോ കണക്കിന് സ്വർണ്ണമല്ലേ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇവന്റെ വെപ്രാളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്ത് പറ്റിയെന്ന്, ആകെ ഒരു അരപ്പവന്റെ മാല മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ കിടന്ന് കോപ്രായം കാണിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും ചന്ദ്ര, അവനിപ്പോൾ അരപ്പവനല്ല ഒരു പവനല്ല, അതിൽ കുറവാണെങ്കിലും അത് രേവതി മോൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും, എന്തായാലും അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്വർണ്ണമാലയൊക്കെ മേടിച്ചു കൊടുത്തല്ലോ എന്നൊക്കെ രവി പറയുകയാണ്. അതിനുശേഷം സച്ചി രേവതിയുടെ താലിമാല കഴുത്തിലിടാൻ പറയുന്ന സമയത്ത് അതിനുള്ള സമയം സന്ദർഭം ഇതല്ല സച്ചേട്ട എന്ന് നമ്മുടെ രേവതി മറുപടി പറയാണ്. ഓ, ഇനി നിനക്ക് വേണ്ടി മുഹൂർത്തം കാലമൊക്കെ കുറിക്കാനായിരിക്കുമല്ലേ എന്ന് ചന്ദ്ര മറുപടി പറയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ വർഷം വന്നിട്ട് ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ആന്റി എങ്ങനെ രേവതി ചേച്ചി സ്വർണ്ണൊക്കെ കണ്ട വട്ടപ്പലിശക്കാരെ പോലെ പിടിച്ച് മേടിച്ച് വെച്ചിരിക്കുന്നത്, അതങ്ങ് തിരിച്ചു കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനായിട്ട് അവിടെ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല വർഷം മോളെ, അവളായി തന്നെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണെന്ന് ചന്ദ്ര മറുപടി പറയുകയാണ്. വേറെ തന്നെ രേവതി പറയുന്നുണ്ട്, എനിക്കെന്തായാലും ആ ഒരു സ്വർണ്ണം ഇനി വേണ്ട വർഷ, അത് അമ്മ തന്നെ എടുത്തോട്ടെ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ സച്ചേനും മേടിച്ച് തന്നോളൂ. ഇതേ സമയം തന്നെ വർഷയും ശ്രുതിയും എല്ലാം തന്നെ താലിമാല കഴുത്തിലിടാൻ രേവതിയോട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് താൻ കഴുത്തിലിട്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുന്നേ തന്നെ ചന്ദ്രയുടെ മുന്നിൽ ചെന്ന് നിന്നതിന് ശേഷം താലിമാല കാണിച്ചുകൊണ്ട് രേവതി പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു, ഇന്നും കൂടെ രാവിലെ അമ്മ എന്നോട് കളിയാക്കി ചോദിച്ചല്ലേ എന്റെ സച്ചേട്ടൻ എന്തെങ്കിലും മേടിച്ചു തരാൻ പറ്റുമെന്ന്, അതാ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളിയോട് കൂടി തന്നെ രേവതി അകത്തേക്ക് കയറി പോവാണ്. രേവതിയുടെ മറുപടിക്ക് നല്ല അടി തന്നെ കിട്ടുകയാണ് കേട്ടോ. രേവതി പോകുന്ന കാണുമ്പോൾ തന്നെ സച്ചി, ഈശ്വര ഇനി വേറെ എന്തെങ്കിലും ശബ്ദം എടുക്കാൻ പോകുമായിരിക്കുമോ, രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട് രേവതിയുടെ പിന്നാലെ തന്നെ സച്ചിയും ചെല്ലുന്നുണ്ട്. ഇരുവരും പോയി കഴിയുമ്പോൾ ശ്രുതി പറയുകയാണ്, അവന്റെ വെപ്രാള സന്തോഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് വേണ്ടിയിട്ട് സ്വർണ്ണക്കട മേടിച്ചിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനെന്തായാലും അവൾക്ക് വേണ്ടി അത്രയെങ്കിലൊക്കെ ചെയ്തല്ലോ, നീ എന്തായാലും ജോലിക്ക് പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നീ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കാണിക്കുക, നീ സച്ചിയെ കണ്ടുപിടിക്കാനൊക്കെ രവി പറയുമ്പോഴത്തേക്കും സമാധാനമായാലും ശ്രുതി, നിനക്ക് കിട്ടിയില്ല, വാ നമുക്ക് റൂമിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. തൊട്ട് പുറകെ തന്നെ ശ്രീകാന്തും വർഷയും റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ചെന്നതിന് ശേഷം നമ്മുടെ സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട മാല ഡിസൈനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി സച്ചേട്ടാ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. എന്നാൽ നീ ഇത് കഴുത്തിലിടാൻ പറയുന്ന സമയത്ത് ഇത് ഞാൻ ഇപ്പോഴല്ല സച്ചേട്ട്, അതിനൊരു സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നാളെ രാവിലെ നമുക്കൊരു ഇടം വരെ പോകാനുണ്ട്, സർപ്രൈസ് തന്നെയായിരിക്കും എന്നൊക്കെ രേവതി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നേരത്തെ ഇതുപോലെ നീ പറയാതെ എൻ്റെ ഒരു സ്ഥലത്തേക്ക് ഉണ്ടായതാണ്, അത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിന് എവിടെ നിന്ന് ഇത്രയും പണം കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് രാവിലെ എൻ്റെ വണ്ടിയിൽ ഒരാൾ കയറി, അയാൾ ബാഗ് എടുക്കാൻ പറഞ്ഞു, ഞാൻ അയാളുടെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ബാഗിൽ നിന്നത്തെ സ്വർണ്ണം ഇരിക്കുന്നു, ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ പോയി സ്വർണ്ണമാല നിനക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നു എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും രേവതി ഇന്ന് പൊട്ടിച്ചിരിക്കട്ടെ എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും മറ്റുള്ളവരുടെ സ്വർണ്ണമോ മുതലോ എന്ന് സച്ചിനെ ആഗ്രഹിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറയുമ്പോഴത്തേക്കും ഓ അങ്ങനെയാണല്ലേ എന്ന് സച്ചി മറുപടി പറയട്ടോ. അതെ എടുത്തുചാട്ടം കുറച്ച് ദേഷ്യമുണ്ടെന്നുള്ളൂ, സച്ചേട്ടൻ പാവാ, പിന്നെ ചില സമയത്ത് മുന്നും പിന്നും നോക്കാതെ എല്ലാവരും പിടിച്ച് തല്ലും എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് ഒരാളെ തല്ലാൻ തോന്നുന്നുണ്ടെന്ന് രേവതിയോട് സച്ചി മറുപടി പറയുകയാണ്. എന്നെ ആയിരിക്കില്ല, എന്നാൽ വാ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ തല്ലാനായിട്ട് രേവതിയും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇരുവരും തമ്മിൽ ചെറുതായിട്ട് സ്നേഹത്തിൻ്റെതായ രീതിയിൽ അടിയും പിടിയൊക്കെ നടക്കുകയാണ്. ഇതിനിടയിൽ രേവതി സച്ചിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങുന്ന സമയത്ത് രേവതി ഒന്ന് വീഴാൻ തുടങ്ങുകയും സച്ചി രേവതിയെ കയറി പിടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം അവരുടെ സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി തന്നെ കടന്നു പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്നാലും അവന് എവിടെ നിന്നായിരിക്കും പൈസ കിട്ടിയത്, ആ രേവതിയുടെ പൂക്കടയിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട്, അവളെ കണ്ട് സച്ചിയുടെ കയ്യിൽ മാല മേടിച്ച് കൊടുത്തതിന് ശേഷം ഇരുവരും അറിയാത്ത രീതിയിൽ നമ്മുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുകയാണെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ശ്രുതിയും അത് ശരിവയ്ക്കുകയാണ്. ഈ സമയം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതിമോളെ നീ ഒട്ടും വിട്ടുകൊടുക്കുക, നിന്റെ അച്ഛനോടോ അല്ലെങ്കിൽ അങ്കിളിനോടോ പറഞ്ഞിട്ട് 5 or 10 കിലോ സ്വർണ്ണമായിട്ട് വരാൻ പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഇല്ലാണ്ട് അച്ഛൻ ബിസിനസിന്റെ കാര്യത്തിനായിട്ട് പുറത്ത് രാജ്യത്ത് പോയിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ
ചോദിച്ചാലും പറയും അച്ഛൻ ഇവിടെയില്ല, ബിസിനസ്സിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. എന്താ ശ്രുതി ഇത്? അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായിട്ടും കൊണ്ടുതരും, നീ ഒന്ന് അച്ഛനോടോ അല്ലെങ്കിൽ അങ്കിളിനോടോ പറഞ്ഞ് നോക്കുക എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയം തന്നെ ചന്ദ്ര വീണ്ടും പറയുന്നത് വർഷയെ കണ്ടില്ലേ, വർഷയുടെ നടപ്പും ഇരിപ്പും എന്നിട്ട് അവൾ സംസാരിക്കുന്ന പോലെ ഒരു പണക്കാരൻ്റെ ശൈലിയാണ്, പക്ഷെ നിന്നെ കണ്ടത് ഞാൻ അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഞെട്ടലോട് കൂടി തന്നെ ചന്ദ്രനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയും അതല്ല ശ്രുതി മോളെ, നീ കുറച്ച് സ്വർണ്ണങ്ങളും മറ്റും മേടിച്ചത്, അപ്പൊ പണക്കാരൻ്റെ രീതിക്ക് നിൽക്കുക മേൽ നടക്കാലോ എന്നൊക്കെ ചന്ദ്ര പറയാണ്. അവസാനം സഹിക്കട്ടെ എന്ന് നമ്മുടെ ശ്രുതി ഞാൻ ഇളയച്ചനോട് സംസാരിക്കാമെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് എന്നാ ഇളയച്ചന് ഫോൺ വിളിച്ചായിട്ട് ഞാൻ സംസാരിക്കുക ഇളയച്ചനോട്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, എന്തായാലും കിലോ കണക്കിന് സ്വർണ്ണമായിട്ട് അദ്ദേഹം വരുമെന്നൊക്കെ പറയുന്ന സമയത്ത് ആൻറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശ്രീധരൻ ചോദിക്കുന്ന പോലെ ആവില്ല, അത് വേണ്ട ഞാൻ തന്നെ ഇളയച്ചനോട് സംസാരിച്ചോളാം, ആൻറ്റിയുടെ വില ആൻറ്റിയായിട്ട് കളയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പം അത് ശരിയാണ്, ഞാനത് ചിന്തിച്ചില്ല, എന്തായാലും മോൾ അച്ഛനോട് ഇളയച്ചനോടൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. ശ്രുതിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നേരെ ചെല്ലുന്നത് മീരയുടെ അടുത്തേക്കാണ്. മീരയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന സമയത്ത് മീര പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് കൊണ്ടോരും കിലോ കണക്കിന് കൊണ്ടോരും നിന്റെ ഇളയച്ചൻ, ഇറച്ചിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് മീര നീ തമാശ കളയാൻ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് മീര നീ തമാശ കളയാൻ ഞാൻ ആകെ ടെൻഷനിലാണ്, എവിടെ നിന്നാണ് ഇനി പൈസ ഒപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുക, എന്തായാലും താലിമാറ്റ ചടങ്ങ് വരുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇളയച്ചൻ സ്വർണം കൊണ്ടുതരാമെന്ന് പറഞ്ഞു എന്ന് തൽക്കാലത്തേക്ക് നിന്റെ ആൻറ്റിയോട് പറയും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നിങ്ങനെ ചിന്തിക്കാണ്ട് ഈ ഒരു സമയത്താണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ എല്ലാ മാസത്തെ പോലെ തന്നെ ആ മാസവും തൻ്റെ പൈസ മേടിക്കാനായിട്ട് വരുന്നുണ്ട്. നവീനെ കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആകെ ഞെട്ടലോട് കൂടി തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പണമില്ല എന്ന് പറയുന്ന സമയത്ത് നീ പണം തന്നില്ലെങ്കിൽ വേണ്ട, സത്യാവസ്ഥ എല്ലാവരും തന്നെ അറിയും എന്നൊക്കെ നമ്മുടെ നവീൻ ഭീഷണിയോട് കൂടി തന്നെ സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മീര ചോദിക്കുന്നത് നിനക്ക് നാണയില്ലാണ്, നിനക്ക് അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവളോട് മിണ്ടായിരിക്കാൻ പറഞ്ഞോളാം, ഇവളുടെ സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ല, നീ എൻ്റെ പൈസ തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നവീൻ ശ്രുതിയോടായിട്ട് ചോദിക്കുകയാണ്. നവീൻ എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ, ഞാൻ തന്നെ ആകെ കഷ്ടപ്പാടിലാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നവീൻ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നവീൻ പൈസ വേണമെന്നല്ല ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ ഞാൻ നിന്റെ പൈസ കൊണ്ടുവന്ന് തരാം, നീ എന്തായാലും 2 ദിവസത്തോടെ ക്ഷമിക്കാനായിട്ട് നവീനോടായിട്ട് ശ്രുതി പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.